സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് പറയുന്നത് വൈബ്രേഷൻ്റെ മാഗ്നിറ്റ്യൂഡും പിന്നെ ഈ സോ കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം കണ്ടുപിടിക്കാനാണ്. പിന്നെ ഈ പറയുന്ന സാധനങ്ങളെ നമ്മൾ എങ്ങനെയാണ് വൈബ്രേഷൻ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ബിൽഡിങ്ങിനെ ഈ വൈബ്രേഷൻ അഫക്റ്റ് ചെയ്യുന്നത് നമ്മളെങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ള ഭാഗമാണ് നോക്കുന്നത്. ഓക്കെ, വൈബ്രേഷൻസ് മേ കോസ് ഹാർംഫുൾ എഫക്ട്സ് ഓൺ ദ അഡ്ജോയിനിങ് സ്ട്രക്ചേഴ്സ് ആൻഡ് മെഷീൻസ്. ബിസൈഡ്സ് ദീസ് വൈബ്രേഷൻസ് കോസ് അനോയൻസ് ടു ദ പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഏരിയ അറൗണ്ട് ദ മെഷീൻ. അതായത് ഇപ്പോൾ ഒരു നല്ലൊരു മെഷീനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തിരിക്കുന്നവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹൗവെവർ ദ ഫ്രീക്വൻസി റേഷ്യോ ഇസ് കെപ്റ്റ് ഔട്ട്സൈഡ് ദ ക്രിട്ടിക്കൽ റേഞ്ച്. അതായത് നമ്മൾ നേരത്തെ ഫ്രീക്വൻസി റേഷ്യോ വിച്ച് ഇസ് ഫോഴ്സിങ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ നാച്ചുറൽ ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി 0.4-ൻ്റെയും 1.5-ൻ്റെയും ഇടയിൽ വരരുത്. 0.4-ൻ്റെയും 1.5-ൻ്റെയും ഇടയിൽ വരാൻ പോയാലാണ് ക്രിട്ടിക്കൽ റേഞ്ച് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ കുഴപ്പമില്ല. ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ദി ആംപ്ലിറ്റ്യൂഡ് ഈസ് വിത്തിൻ ദി പെർമിസിബിൾ ലിമിറ്റ്സ്. അതായത് ഫ്രീക്വൻസി റേഷ്യോ ഈ റേഞ്ചിൻ്റെ പുറത്തും 0.5-നേക്കാളും താഴെയും അല്ലെങ്കിൽ 1.5-നേക്കാളും കൂടുതലും. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളൊരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ കുഴപ്പമില്ല. വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ലിമിറ്റിനകത്ത് നിന്നാലും കുഴപ്പമില്ല. ദി ഹാർംഫുൾ എഫക്ട്സ് ആർ കൺസിഡറബിളി റെഡ്യൂസ്ഡ് എസ്പെഷ്യലി ഇഫ് ദ സിസ്റ്റം ഇസ് ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്രാജുവലി ഈ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വൈബ്രേഷനെ കുറയ്ക്കാനുള്ളൊരു ഒരു സെറ്റപ്പ്, അതിനാണ് ഡാമ്പിംഗ് എന്ന് പറയുക. The machine foundation should be located away from the adjoining structure. This is known as geometric isolation. അതായത് ഈ മെഷീനെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് മാറ്റി വെക്കുന്നതിനാണ് ജിയോമെട്രിക് ഐസൊലേഷൻ എന്ന് പറയാം. ഇനിയുള്ള ഭാഗമെല്ലാം വെറും തിയറിയാണ്, അതാണ് ജസ്റ്റ് വായിച്ചു വിടുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി. ആ ഭാഗം മാത്രം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. Additional masses known as dampers are attached to the foundation of high frequency machines to make it multiple degree of freedom system and to change the natural frequency. അതായത് ഇങ്ങനൊരു ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മൾ മാസ് കൂട്ടാകുമ്പോൾ എന്ത് പറ്റും? ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? √K/m അല്ലേ. അപ്പോൾ മാസ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഡാമ്പേഴ്സ് എന്ന് വേറെ സിസ്റ്റം ഉണ്ട്, അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒരു ജസ്റ്റ് മാസ് കൂട്ടുന്നതിന് ഓർത്താൽ മതി. അപ്പോൾ ഈ മെഷീൻ്റെ മാസ് അല്ലാതെ വേറെ അഡീഷണൽ മാസ് കൂടെ വരാൻ പോയി ഫ്രീക്വൻസിയുടെ വാല്യൂ കുറയും. അപ്പോൾ അതാണ് ഡാമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ സിസ്റ്റംസ് വെക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്പ്രിങ്ങിൻ്റെ മുകളിൽ ലോഡ് ചെയ്യാൻ പോയാൽ അത് ഗ്രാജുവലി അടുത്ത് ഫൗണ്ടേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കുറയുമല്ലോ വൈബ്രേഷൻസ്, അതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഫോർ എക്സാമ്പിൾ എന്തോ പറയാം, ഒരു സ്പ്രിങ് അല്ലെങ്കിൽ അതുപോലത്തെ, അതായത് ആ വൈബ്രേഷൻ ആ ഒരു മെറ്റീരിയൽ തന്നെ, ഫോർ എക്സാമ്പിൾ നല്ല വിസ്കോസിറ്റി അല്ലെങ്കിൽ ഒരു പറഞ്ഞ പോലെ ബിറ്റുമിൻ്റെ ഒരു ലെയറിൻ്റെ മുകളിൽ വെക്കാൻ പോയാൽ ആ ബിറ്റുമിൻ്റെ വിസ്കോസിറ്റി കാരണം ട്രാൻസ്ഫർ ഓഫ് വൈബ്രേഷൻ കുറയും. അതിനൊക്കെയാണ് ഒരു ഡാമ്പിംഗ് എന്ന് പറയാം. ഡാമ്പിങ്. പിന്നെ ഞാൻ പറഞ്ഞ ബിറ്റുമിനും സ്പ്രിങ് ഒക്കെ പറഞ്ഞത് ഉദ്ദേശിച്ചത് അബ്സോർബേഴ്സാണ്. വൈബ്രേഷൻസ് ആർ കൺസിഡറബിളി റെഡ്യൂസ്ഡ് ബൈ പ്ലേസിങ് അബ്സോർബേഴ്സ് സച്ച് ആസ് റബ്ബർ മൗണ്ടിങ്സ്, ഫെൽസ് ആൻഡ് കോക്സ് ബിറ്റ്വീൻ ദ മെഷീൻ. അതൊരു റബ്ബർ മാറ്റൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള റബ്ബർ മാറ്റൊക്കെ വെക്കുമ്പോഴത്തേക്കും ആ പറയുന്ന വൈബ്രേഷൻസ് നമ്മൾ നല്ല റബ്ബറിൻ്റെ അകത്ത് തന്നെ ഡിസിപ്പേറ്റ് ആയിപ്പോവും, അടിയിലുള്ള സ്ട്രക്ചറും അടുത്തുള്ള സ്ട്രക്ചേഴ്സിലോട്ടൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല. ഇഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ ഈസ് ഇൻക്രീസ് ബൈ കെമിക്കൽ ഓർ സിമെൻറ്റ് സ്റ്റെബിലൈസേഷൻസ്, it increases the natural frequency of the system. This method is useful for machines of low operating frequency. അതായത് ഈ പറയുന്ന കോയേഴ്സ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും, കോയേഴ്സ് അല്ലെങ്കിൽ ജിയോ ടെക്സ്റ്റൈൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അടുത്തുള്ള സോയിലിൻ്റെ ഇത് കൂട്ടും, സോയിലിൻ്റെ ഈ പറയുന്ന പ്രോപ്പർട്ടിയും സ്ട്രെങ്ത് ഒക്കെ കൂട്ടും. അതിനെയാണ് അവർ പറഞ്ഞ പോലെ കെമിക്കൽ സിമെൻറ്റ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. The propagation of waves can be reduced by providing sheet piles, screens or trenches. അതായത് ഈ പറയുന്ന പോലെ ഷീറ്റ് പൈൽ നമ്മൾ നേരത്തെ ലാറ്ററൽ പ്രഷർ പറയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്ത സംഭവമായിരുന്നു. ഈ റൂഫിംഗ് ഷീറ്റ് പോലത്തെ ഒരു ഷീറ്റ് സാധനമുണ്ട്, അതാണ് നമ്മൾ ഈ പൈലിൽ പോലെ ഷീറ്റ് പൈൽസായിട്ട് ലോഡ് ചെയ്യുന്നത്. ആ ഷീറ്റൊക്കെ ഇങ്ങനെ കുത്തി വെക്കാൻ ട്രാൻസ്ഫർ ഓഫ് വേവ്സ് അടുത്തോട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് സോയിൽ വഴി പോകുന്നത് കുറയും. ബിക്കോസ് ഈ ഷീറ്റിൽ തട്ടിയിട്ട് വൈബ്രേഷൻ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് പോകുന്നത് നിൽക്കും. പിന്നെ മെത്തേഡ്സ് ഓഫ് വൈബ്രേഷൻ ഐസൊലേഷൻ, ഒന്ന് ആക്റ്റീവ് ഐസൊലേഷൻ, രണ്ട് പാസീവ് ഐസൊലേഷനാണ്. അത് കുറച്ച് കഴിഞ്ഞേ വരുന്നുള്ളൂ. അതിന് മുമ്പ് വേറെ രണ്ട് കോൺസെപ്റ്റ് കൂടെ പറയാനുണ്ട്. റെഡ്യൂസ് വൈബ്രേഷൻ ഓഫ് ദ സോഴ്സ് ബൈ പ്രൊവൈഡിങ് സ്പ്രിംഗ് പാഡ്സ് വിത്തിൻ ദ സിസ്റ്റം ഇറ്റ് സെൽഫ്. ഇതെന്ന് പറയുന്ന മെത്തേഡ് ഓഫ് അബ്സോർബേഴ്സ് ആണ്. ദി ബിൽട്ട് ഇൻ ഐസൊലേറ്റേഴ്സ് ഇൻ ദ അബോവ് കേസ് മേ ബി റബ്ബർ ഓർ കോമ്പോസിറ്റ് പാഡ്സ്, സ്പ്രിംഗ് ഡാമ്പർ സിസ്റ്റംസ് ആൻഡ് ന്യൂമാറ്റിക് സ്പ്രിങ്സ്.
cork is used as a satisfactory spring material, so along it does not get wet and start rotting. Asbestos fibers have also been found to be effective isolator. ഈ ആസ്പെറ്റോസ് എന്ന് പറയുന്നത് ഒരുമാതിരി ഈ കോർക്ക്, നമ്മൾ ഈ കുപ്പിയുടെ കോർക്കല്ലേ, അതുപോലത്തെ ടൈപ്പ് മെറ്റീരിയലാണ്. ഈ വൈൻ കുപ്പിയൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് സാധനം ഉണ്ടല്ലോ, ടോം ആൻഡ് ജെറിയൊക്കെ അകത്ത് കാണുന്ന പോലത്തെ ആ ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ നോർമൽ കോൺക്രീറ്റിൽ കൂടെ ഒക്കെ പാസ്സാകത്തില്ല. അതിങ്ങനെ ആ വൈബ്രേഷൻ അബ്സോർബ് ചെയ്തിട്ട് കുറച്ചൊന്ന് കുറയ്ക്കും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു കോൺക്രീറ്റ് വോളിലോട്ട് ഇടിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റും, നല്ല ഹാർഡായിട്ട് കൈ വേനെടുക്കുമല്ലോ. പക്ഷേ ഈ കോർക്കിലോട്ട് ഇടിക്കുമ്പോഴത്തേക്കും കുറയും. ബിക്കോസ് ആ ഇടിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ച് ഈ കോർക്ക് അങ്ങ് അബ്സോർബ് ചെയ്യും. അതുപോലെ ഈ വൈബ്രേഷൻ്റെ ഇമ്പാക്റ്റ് ഈ കോർക്ക് അല്ലെങ്കിൽ സ്പ്രിംഗ് ഡാമ്പർ സിസ്റ്റം, ഈ കോമ്പോസിറ്റ് പാഡ്സ്, റബ്ബറൊക്കെ അബ്സോർബ് ചെയ്യും. Isolate the source of vibration from the adjoining structure by providing around the source for screening trenches. അതിൻ്റെ രണ്ട് രീതിയുണ്ട്, ആക്റ്റീവ് ഐസൊലേഷനും പാസീവ് ഐസൊലേഷനും. ആക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മെറ്റീരിയൽ ഒരു വലിയൊരു മെഷീൻ റൺ ചെയ്യുമെന്ന് വെച്ചോ. ഇപ്പോൾ മെക്കാനിക്കൽ ലാബിലൊക്കെ ഉള്ള പോലത്തെ വലിയ എഞ്ചിനൊക്കെ റൺ ചെയ്യും. അപ്പോൾ എഞ്ചിനൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് നല്ല വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ വൈബ്രേഷൻ ജനറേറ്റ് ആകുമ്പോഴത്തേക്കും ഇതാണ് ഫുട്ടിങ് എന്ന് പറയുന്ന അസ്യൂം ചെയ്യുക. അതായത് ഇതിൻ്റെ മുകളിലാണ് മെഷീൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വൈബ്രേഷൻ അപ്പുറത്തോട്ട് ഈ സൈഡിലോട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ടുള്ള സ്ട്രക്ചർ അഫക്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഈ മെഷീന് ചുറ്റും നമ്മളിങ്ങനെ ട്രഞ്ച് കുഴിക്കും. ട്രഞ്ച് കുഴിക്കുമ്പോൾ എന്ത് പറ്റും, വൈബ്രേഷൻ ഈ മാസിൽ കൂടെ പോകുന്ന എയറിലോട്ട് വരുമ്പോഴത്തേക്കും മീൻസ് ട്രാൻസ്ഫർ ആകത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഈ പറയുന്ന വൈബ്രേഷൻ ഇവിടെ തന്നെ നിൽക്കും, അടുത്തോട്ടുള്ള സ്ട്രക്ചറിലോട്ട് മൂവ് ചെയ്യത്തില്ല. തേര് വായിക്കാനാണെങ്കിൽ ഇൻ ദിസ് കേസ് ട്രഞ്ചസ് ഓഫ് സൂട്ടബിൾ വിഡ്ത്ത് ആൻഡ് ഡെപ്ത് ആർ ഡഗ് അറൗണ്ട് ദ സോഴ്സ് ഓഫ് വൈബ്രേഷൻ ആൻഡ് ഫിൽഡ് വിത്ത് ബെറ്റോടൈൻ സ്ലറി. അതായത് ഒരു വെള്ളം മീൻസ് തിക്കായിട്ടുള്ള പേസ്റ്റ് പോലത്തെ ഒരു ഇതാണ്. The arrangement has been found to be effective in certain cases. This type of isolation at the source is called active isolation. This type of arrangement reduces the amount of energy radiated away from the source. അതായത് സോഴ്സിൽ നിന്ന് അപ്പുറത്തോട്ട് പോകുന്നത് കുറയ്ക്കും. The amplitude of the surface, അതായത് ഇവിടെ ഇത്രയും, ഫോർ എക്സാമ്പിൾ ഇവർ ഫിഗർ വെച്ചെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും വലിയ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത്രയായിട്ട് കുറയും. ഓക്കെ, അതാണ് അവർ ആക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. പാസീവ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം എന്താ പറയുക, ഈ ഇലക്ട്രോണിക്സ് ലാബിലൊക്കെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് ഭയങ്കര സെൻസിറ്റീവായിട്ട്. ഇലക്ട്രോണിക്സ് ലാബിൽ ഇപ്പം നമ്മുടെ എന്താ പറയുക, ഈ മറ്റേ ഈ പറഞ്ഞ പോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബീമൊക്കെ, അങ്ങനത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബീമും സ്ട്രെയിൻ ഇൻ ബീംസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി സ്ട്രക്ചർ ലാബിലുള്ള ഓരോരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ മീൻസ് വളരെ ചെറിയതായിരിക്കും, 0.001 mm ഒക്കെ ആയിരിക്കും റിഫ്ലക്ഷൻ വരുന്നത് ലോഡിങ് അനുസരിച്ച്. അപ്പോൾ അത് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ പുറത്തുനിന്നുള്ള സ്റ്റിമുലസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈബ്രേഷൻ, എന്തെങ്കിലും ഒരു വ്യത്യാസം വരാൻ പോയാൽ അതിൻ്റെ റീഡിങ് തെറ്റും. അപ്പോൾ അങ്ങനത്തെ ഇമ്പോർട്ടൻസ് മീൻസ് സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ള ബിൽഡിംഗ് ഒക്കെ അല്ലെങ്കിൽ സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ള ആ സാധനത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞ പോലെ ഒരു റോഡോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ വേറെ അല്ലെങ്കിൽ ഇമ്പാക്ട് ടെസ്റ്റിംഗ് മെഷീനും ലാബിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇമ്പാക്ട് ടെസ്റ്റിംഗ് മെഷീൻ കാരണം അതിൽ നിന്നൊരു വൈബ്രേഷൻ ഇങ്ങനെ ജനറേറ്റ് ആവും. അതാണ് ഈ ഇൻകമ്മിങ് റെയിലി വേവ് എന്ന് പറയുന്നത്. റെയിലി വേവ്, പിന്നെ എന്തോന്ന് എൽ വേവ്സ്, പി വേവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് വേവ്സ് ഉണ്ട്. അതൊക്കെ എർത്ത് ഡിസൈനും പിന്നെ സിസ്മിക് ഡിസൈനിൻ്റെ ഭാഗത്ത് പഠിക്കുന്നതാണ്. ചുമ്മാ കൂടുതൽ ആലോചിച്ചപ്പോൾ എന്താവേണ്ട, വേവ്സ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വേവ്സ് വരുന്ന സമയത്ത് ഈ ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ചുറ്റും നമ്മൾ കുഴിക്കും, ഇങ്ങനെ ട്രഞ്ചസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, വേവ് ഇൻസ്ട്രുമെൻറ്റിനെ എഫക്റ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ സാധനത്തിനാണ് ഒരു പാസീവ് എന്ന് പറയുന്നത്. ആക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും വേവ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി നോക്കാൻ, പാസീവ് എന്ന് പറയുന്നത് വേവ് അകത്തോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടി നോക്കുക. In another case, the source of vibration might be due to passing of traffic adjoining the sensitive instrument factory, which needs to be protected from vibrations and filled with betadine slurry. Such types of isolation is known as passive isolation. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അത് തിയറി ആയതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകാനുള്ളേ ഉള്ളൂ. പിന്നെ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻസ്, ഇത് അടുത്തൊരു മൊഡ്യൂൾ 6 മൊഡ്യൂളിൽ അടുത്തൊരു ഭാഗമാണ്. ഇതും മെയിൻലി തിയറിയാണ്, ഞാൻ വായിച്ചു വിടാം. അപ്പോൾ സബ്സർഫേസ് എക്സ്പ്ലോറേഷൻ, അതായത് മണ്ണിൻ്റെ അടിയിലുള്ള സോയിലിൻ്റെ പ്രോപ്പർട്ടി കണ്ടുപിടിക്കുന്ന ഭാഗമൊക്കെയാണ് ഈ സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. അതിൽ ഒരു രീതി എന്ന് പറയുന്നത് സൈറ്റ് ഇൻവെസ്റ്റിഗേഷനാണ്. Site investigations are done for obtaining the information about subsurface conditions at the site of proposed for construction. Information about the surface and subsurface features is essential for designing structures and for planning construction techniques. അപ്പോൾ ബേസിക്കലി എന്ന് വെച്ചാൽ ഒരു ഏരിയയിലുള്ള മണ്ണെടുത്തിട്ട് നമ്മളതിൻ്റെ വോയിഡ് റേഷ്യോ, പൊറോസിറ്റി,
പിന്നെ എന്താ പറയുക, ഡെൻസിറ്റി, പിന്നെ വാട്ടർ കണ്ടൻറ്റ്, പിന്നെ ഇത് നേച്ചർ, അല്ലെങ്കിൽ എന്താ പറയുക, അതിനൊരു കുറേ ഇതുണ്ട്. പ്ലാസ്റ്റിക് ആണോ, ഷ്രിങ്കേജ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, വാട്ടർ ലിക്വിഡ് ലിമിറ്റ്, അങ്ങനത്തെ ടേംസ്, അങ്ങനത്തെ വാല്യൂ, സോയിലിൻ്റെ പ്രോപ്പർട്ടി മൊത്തം കണ്ടുപിടിക്കും. അതിനാണ് സൈറ്റ് ഇൻവെസ്റ്റിഗേഷനോ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിക്കുക. അതായത് സോയിലിനെടുത്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ പറയുന്ന വാല്യൂസ് വെച്ചിട്ട് ആ സോയിലിന് എത്ര, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ആ സോയിലിൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കും. ഈ പ്രോപ്പർട്ടീസിനെ കണ്ടുപിടിക്കുന്ന എന്തിനൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറേ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ കൺസിസ്റ്റ് ഓഫ് ഡിറ്റർമൈൻ ദ പ്രൊഫൈൽ ഓഫ് ദ natural soil deposits at the site, taking the soil samples and determining the engineering properties of the soil. It also includes in situ testing of the soils. ഓക്കെ, ഇൻ സൈറ്റു ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൺ സൈറ്റ് ടെസ്റ്റിംഗ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ സൈറ്റിലുള്ള ടെസ്റ്റിംഗ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ടു സെലക്ട് ദ ടൈപ്പ് ആൻഡ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഫോർ എ ഗിവൻ സ്ട്രക്ചർ. അപ്പോൾ ഇത് ഈ സ്റ്റെപ്സ് ഓർക്കാനുള്ള ഹെൽപ്പുകളെന്ന് വെച്ചാൽ ജിയോ ടെക്നിക്കൽ ടൂളിൽ നമ്മൾ ഓരോരോ മൊഡ്യൂൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി. ടു സെലക്ട് ദ ടൈപ്പ് ആൻഡ് ഡെപ്ത് ഓഫ് ദി ഫൗണ്ടേഷൻ ഓഫ് എ ഗിവൻ സ്ട്രക്ചർ, മൊഡ്യൂൾ 4. ടു ഡിറ്റർമൈൻ ദ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ, അതും മൊഡ്യൂൾ 4. ടു എസ്റ്റിമേറ്റ് ദ പ്രോബബിൾ മാക്സിമം ആൻഡ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്, അത് മൊഡ്യൂൾ 4 ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫൗണ്ടേഷൻ റിലേറ്റഡ്, ഫൗണ്ടേഷൻ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടോ, കപ്പാസിറ്റി, ഡെപ്ത്ത്, ടൈപ്പ് ഓഫ് ഫുട്ടിങ്, എത്ര സെറ്റിൽമെൻറ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ടു എസ്റ്റാബ്ലിഷ് ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ആൻഡ് ടു ഡിറ്റർമൈൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. ടു പ്രെഡിക്റ്റ് ദ ലാറ്ററൽ എർത്ത് പ്രഷർ അഗെയിൻസ്റ്റ് റിട്ടേണിംഗ് വാൾസ്, അതെന്ന് പറയുന്നത് ഏതാ, മൊഡ്യൂൾ 3. ടു സെലക്ട് ദ സൂട്ടബിൾ കൺസ്ട്രക്ഷൻ ടെക്നീക്സ്. ടു പ്രെഡിക്റ്റ് ആൻഡ് ടു സോൾവ് ദ പൊട്ടൻഷ്യൽ ഫൗണ്ടേഷൻ പ്രോബ്ലംസ്, മൊഡ്യൂൾ 4. ടു ascertain the suitability of soils as construction material, to investigate the safety of existing structure and to suggest the remedial methods. ഇതെല്ലാം ബേസിക്കലി നമ്മൾ ചെയ്യുന്ന തിയറിയാണെന്ന് പറയാനില്ല പ്രത്യേകിച്ച്. പിന്നെ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ്, ഇതെന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി യൂസ് ഇൻസിറ്റു ടെസ്റ്റാണ്. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ ഓൺ സൈറ്റ് അല്ലെങ്കിൽ സൈറ്റിൽ ചെയ്യുന്ന ടെസ്റ്റ്, എസ്പെഷ്യലി ഫോർ കോഷൻലെസ് സോയിൽ വിച്ച് കാനോട്ട് ബി ഈസിലി സാമ്പിൾഡ്. ബിക്കോസ് സാമ്പിളിങ്ങിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് വോയിഡ് റേഷ്യോ അങ്ങനത്തെ കുറേ സാധനങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല കോഷൻലെസ് സോയിലിൽ. ദ ടെസ്റ്റ് ഇസ് എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ ഡിറ്റർമൈൻ ദ റിലേറ്റീവ് ഡെൻസിറ്റി ആൻഡ് ദി ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഇൻ കോഷൻലെസ് സോയിൽ. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ് ടു ഡിറ്റർമൈൻ ദി അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോഹസീവ് സോയിൽ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് ഒന്നുകൂടെ പറയാം. അതായത് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ്, അതിൻ്റെ അത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എൻ വാല്യൂ എന്നാണ്. അപ്പോൾ ഈ എൻ വാല്യൂ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഫിഗറിനകത്ത് കാണിച്ചേക്കുന്ന പോലെ ടോട്ടൽ 30 സെൻറ്റിമീറ്റർ ഡെപ്ത്ത് ഈ പറയുന്നൊരു ഹാമറും ഇതിൻ്റെ ഇടയിൽ ഒരു നീഡിൽ പോലത്തെ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ പീസാണ്. ആ പീസ് 30 സെൻറ്റിമീറ്റർ താഴെ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഡെപ്ത്ത് ഇങ്ങനെ താഴോട്ട് പോകാനുള്ള നമ്പർ ഓഫ് ബ്ലോസ് ആണ് നമ്മൾ ഈ പെനിട്രേഷൻ ടെസ്റ്റിലെ എൻ വാല്യൂ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന 30 സെൻറ്റിമീറ്റർ നമ്മൾ വാല്യൂ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 150 mm, ആദ്യത്തെ 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 150 mm എന്ന് പറയുന്നത് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്നതാണ്. ഓക്കെ, ബിക്കോസ് അത് ലൂസ് സോയിലാണ്. ആ 50 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 150 mm നമ്പർ ഓഫ് ബ്ലോസ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് മേളിലുള്ള സോയിലാകുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് കൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ മറ്റേ മരത്തിൻ്റെ വേര് കാരണമോ പിന്നെ അങ്ങനെ കുറേ കാറ്റടിക്കുന്നതുകൊണ്ടോ അങ്ങനെയൊക്കെ ഈ സോയിലിൻ്റെ മീൻസ് നമ്പർ ഓഫ് ബ്ലോസ് കൂട്ടത്തില്ല. അപ്പം കിട്ടുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ 30 സെൻറ്റിമീറ്റർ ബ്ലോസിൻ്റെ നമ്പറാണ്. അപ്പോൾ നമ്മളൊരു 140 ഏതൊരു 140 mm പോവുകയാണെങ്കിൽ 450 mm പോവുകയാണെങ്കിൽ അതിനകത്ത് 150 mm ഇഗ്നോർ ചെയ്യണം. ഈ 45 സെൻറ്റിമീറ്റർ പോകുന്നുണ്ടെങ്കിൽ 15 സെൻറ്റിമീറ്റർ ആദ്യത്തെ 15 സെൻറ്റിമീറ്റർ ഇഗ്നോർ ചെയ്തിട്ട് വേണം ബാക്കി എടുക്കാൻ. പിന്നെ ഈ ടെസ്റ്റിൻ്റെ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഒരു 6.5 kg ഹാമർ നമ്മളൊരു 75 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് ഒരു ബ്ലോ എന്ന് പറഞ്ഞ് വരുന്നത്. അങ്ങനെ എത്ര ബ്ലോസ് എടുക്കും 30 സെൻറ്റിമീറ്റർ താഴാനെന്നുള്ളതാണ് ഈ പറയുന്ന എൻ വാല്യൂ വരുന്നത്. നമ്പർ ഓഫ് ബ്ലോസ് കറസ്പോണ്ടിങ് ടു 30 സെൻറ്റിമീറ്റർ പെനിട്രേഷൻ. ഓക്കെ, ഈ പറയുന്ന നമ്പർ ഓഫ് ബ്ലോസ് ഫോർ 30 സെൻറ്റിമീറ്റർ പെനിട്രേഷൻ കുറവാണെങ്കിൽ പൂർ സോയിൽ എന്ന് പറയും. ബിക്കോസ് വളരെ കുറച്ച് റെസിസ്റ്റൻസ് ഈ പറയുന്ന സാധനം ഇടിക്കുന്നില്ല. അതായത് വളരെ കുറച്ച് നമ്പർ ഓഫ് ബ്ലോസിൽ തന്നെ
ഇത് 30 സെൻറ്റിമീറ്റർ കവർ ചെയ്തു. അപ്പോൾ എന്താ അർത്ഥം? അതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ എനർജി റിക്വയർഡ് ടു ക്രോസ് 30 സെൻറ്റിമീറ്റർ കുറവാണ്. അതേ സമയത്ത് കൂടുതലാണെങ്കിൽ ഗുഡ് സോയിൽ നമ്മൾ പറയും. ബട്ട് ദിസ് ടെസ്റ്റ് ക്യാൻ only give approximate results for saturated and pure clay. ടേക്കിംഗ് ദ ആവറേജ് വാല്യൂ ഓഫ് ഡിഫറെൻറ്റ് 30 സെൻറ്റിമീറ്റർ സ്റ്റാറ്റ നമുക്ക് ഫൈനൽ വാല്യൂ ഇടുന്നു. ആക്ച്വൽ പ്രൊസീജിയർ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ബ്ലോസ് ഫോർ 30 സെൻറ്റിമീറ്റർ നമ്മളിപ്പം ഈ പറഞ്ഞ ഈ 45 സെൻറ്റിമീറ്റർ മാത്രമല്ല, കുറേ ഡെപ്തിലോട്ട് പോകും. എന്നിട്ട് ഫസ്റ്റ് 15 സെൻറ്റിമീറ്റർ കുറയ്ക്കും. പിന്നെ എവറി 30 സെൻറ്റിമീറ്റർ താഴോട്ട് പോകാനുള്ള നമ്പർ ഓഫ് ബ്ലോസ് കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ എൻ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് 2 കറക്ഷൻ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് റഫായിട്ട് പറയാം. കറക്ഷൻ എന്നൊരു ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ സെയിം സോയിൽ തന്നെ, ഇപ്പം ഈ താഴെയുള്ള മണ്ണിനുള്ള പ്രത്യേകത എന്താണ്? ആ മണ്ണിന് മേളിൽ നിന്നുള്ള സോയിൽ കാരണം ഒരു കൺഫൈനിങ് പ്രഷറുണ്ട്. കൺഫൈനിങ് പ്രഷർ എന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്നൊക്കെ ഇതിനെ നെക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധനം ഇങ്ങനെ നെങ്ങിയിരിക്കുകയാണെങ്കിൽ അതിന് റെസിസ്റ്റൻസ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. നമ്മൾ സ്റ്റീലിനകത്താണെങ്കിലും ഈ പറയുന്ന സ്റ്റിറപ്സ് ഉള്ള കോളത്തിൻ്റെ കംപ്രഷൻ കേപ്പബിലിറ്റി മറ്റേ സ്റ്റിറപ്പ് ഇല്ലാത്ത കോളത്തിനേക്കാളും കൂടുതലാണെന്ന് പറയും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വിട്ടേക്ക്. ഇപ്പോൾ ഒരു സോയിൽ, ഇപ്പോൾ മുകളിലിരിക്കുന്ന സോയിലിന് സൈഡിൽ നിന്നുള്ള പ്രഷർ കുറവായിരിക്കും. പക്ഷേ ഈ പോയിൻ്റുള്ള സോയിലിന് മുകളിൽ നിന്നുള്ള, ഇപ്പോൾ ഈ ഇത്രയും സോയിലിൻ്റെ മുകളിൽ നിന്നുള്ള ലോഡുകളുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ കംപ്രസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ കംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന മണ്ണിൽ കൂടെയാണോ അത് ലൂസായിട്ടിരിക്കുന്ന മണ്ണിൽ കൂടെയാണോ ഒരു സാധനം അടിച്ചിറക്കാൻ എളുപ്പം? ലൂസായിട്ടുള്ള മണ്ണല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ തമ്മിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മളൊരു കറക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഓവർ ബർഡൻ പ്രഷർ കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എൻ വാല്യൂ ഇൻറ്റു 350 ഡിവൈഡഡ് ബൈ σ0 + 70 എന്ന ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന പുതിയ എൻ വാല്യൂ, അതായത് കറക്റ്റ് എൻ വാല്യൂ. ഈ പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്ന എപ്പോഴാണ്? σ0' ഇസ് ലെസ് ദാൻ 280 കിലോ പാസ്കലാണ്. അതായത് ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് 280 കിലോ പാസ്കലിനേക്കാളും കുറവുള്ള കേസസിലാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡൈലറ്റൻസി കറക്ഷൻ, അതായത് വാട്ടർ ടേബിൾ കറക്ഷൻ. വാട്ടർ ടേബിൾ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ടെസ്റ്റ് ഇസ് കണ്ടക്ട് ഇൻ ഫൈൻ സാൻഡ് നെഗറ്റീവ് പോർ വാട്ടർ പ്രഷർ. അതായത് നമ്മൾ ഈ ലോഡ് കൊടുക്കുന്ന സമയത്ത് സോയിൽ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിട്ട് ഉള്ളതിനേക്കാളും കൂടുതൽ വോളിയം കൂട്ടും എന്നൊക്കെ പറയും. അത് കുറച്ച് അഡ്വാൻസ് മീൻസ് GT1 പിന്നെ കുറച്ചുകൂടെ ഡെപ്തുള്ള കൺസെപ്റ്റ്, അത് പറഞ്ഞ് കൺഫ്യൂസ് ആക്കുന്നില്ല. ഇഫ് എൻ വാല്യൂ എപ്പോഴും ഓർത്താൽ ഈ എൻ വാല്യൂ എന്ന് പറയുന്നത് 15-നേക്കാളും മുകളിലാണെങ്കിൽ വാട്ടർ ടേബിൾ കറക്ഷൻ അപ്ലൈ ചെയ്യാൻ ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ പ്രോബ്ലം വരത്തില്ലെന്ന് തോന്നുന്നു, എങ്ങാനും വരാൻ പോയാൽ തന്നെ എപ്പോഴും ഓർത്താൽ ഇക്വേഷൻ എഴുതുമ്പോൾ അതായത് 15 10-നേക്കാളും കൂടുതലാണ്, ഇപ്പോൾ 20 ആണെന്ന് വെച്ചോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ 15 + ½ ഇൻറ്റു N1 കിട്ടിയേക്കുന്ന എൻ വാല്യൂ -15/2 ഇസ് ഈക്വൽ ടു N2. എപ്പോഴും ഓർത്താൽ മതി, 15-നേക്കാളും മുകളിലാണെങ്കിൽ 15-നേക്കാളും കൂടുതലുള്ള അമൗണ്ടിൻ്റെ ഹാഫ് വെച്ചിട്ട് 15 ആഡ് ചെയ്യാം. അതായിരിക്കും പുതിയ വാല്യൂ. അതായത് ഇപ്പോൾ 25 ആണെന്ന് വെച്ചോ, 15 + എത്ര ഉണ്ട് ബാക്കി 10. അപ്പോൾ 10-ൻ്റെ ഹാഫ് 5. അപ്പോൾ പുതിയ എൻ വാല്യൂ എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 35 എന്ന് വെച്ചോ, 15 + 20, 20-യുടെ ഹാഫ് എത്രയാണ്? 10. അപ്പോൾ കറക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 25 ആയിരിക്കും. 15 + 10 25. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല, അതിലത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ട് പറയാനാണെങ്കിൽ പ്രൊസീജിയർ ഫോർ ഇത് പറയുന്ന പോലെ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ്. The test is conducted in a borehole using standard split spoon samples. When the borehole has been drilled to a desired height, the drilling tools are removed and the sample is lowered into the bottom of the soil. The sample is driven into the soil by a drop hammer of 65 kg mass falling through a height of 650 mm at a rate of 30 blows per minute. The number of hammer blows required to drive 150 mm of the sample is counted. The sample is further driven by 150 mm and the number of blows is recorded. Likewise, the sample is once again further driven by 150 mm and the number of blows is recorded. The number of blows recorded for the first 150 mm is discarded. The number of blows recorded for the last 150 mm intervals are added to give standard penetration number n. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ the standard penetration number is equal to the number of blows required for 300 mm of the penetration beyond the seating drive of 150. നേരത്തെ പറഞ്ഞ സംബന്ധം തന്നെയാണ്, ഞാൻ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. Dilatancy correction. Silty fine soil and fine sands below the water table develop pore pressure which is not easily dissipated. The pore pressure increases the resistance of the soil and hence the penetration number.
Terzaghi and Perk recommended the following correction in the case of silty fine sand, and when the observed value of n exceeds 15, the corrected penetration number Nc is equal to 15 plus half into nr minus 15. nr എന്ന് പറഞ്ഞാൽ റെക്കോർഡഡ്, Nc എന്ന് പറഞ്ഞാൽ കറക്റ്റഡ് വാല്യൂ. ഈ കറക്ഷൻ ചെയ്യുന്നത് 15-നേക്കാളും കൂടുതലാണ് റെക്കോർഡഡ് വാല്യൂ എങ്കിലാണ്, 15-നേക്കാളും കുറവാണെങ്കിൽ ഈ കറക്ഷൻ ഇല്ല. പിന്നെ ദ ഓവർബേർഡൻ പ്രഷർ കറക്ഷൻ. ഇൻ ഗ്രാനുലർ സോയിൽസ് ദ ഓവർബേർഡൻ പ്രഷർ affects the penetration resistance if the soil having some relative density but different confining pressures are tested. The one with the higher confining pressure gives higher penetration number. As confining pressure in cohesionless soil increases with depth, the penetration number of the soil at shallow depths is overestimated. For uniformity, the n values obtained from the field tests under the different effective overburden pressure are corrected to the standard effective overburden pressure according to the equation. Corrected value is equal to recorded value into 350 divided by sigma plus 70. This equation is only used when sigma 0 is less than 280 kN per meter square. The ratio of Nc divided by Nr should lie between 0.45 and 2. If Nc by Nr ratio is greater than 2, then Nc should be divided by 2 to obtain the designed value used in finding the bearing capacity of the soil. ഇത് തിയറി പാർട്ട്, ഇപ്പം പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല. ഗേറ്റിന് പോലും എത്ര ഡെപ്തി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. The correction may be extended to saturated silty sand and fine sand after modifying the Nr according to equation 1. That is, Nc obtained from the corrected value obtained from the equation 1 would be taken as recorded value in equation A. അതായത് നമ്മൾ ആദ്യം ഓവർബർഡൻ പ്രഷർ അപ്ലൈ ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് വാട്ടർ ടേബിൾ പ്രഷർ ഉപയോഗിക്കുന്നത്. അതായത് ഇതിൽ കിട്ടുന്ന വാല്യൂ, ഇതിൽ കിട്ടുന്ന Nc ആയിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുന്ന Nr എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓവർബർഡൻ കറക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് കിട്ടുന്ന നമ്പർ ഓഫ് ഫ്ലോസ് ആയിരിക്കും നമ്മൾ വാട്ടർ ടേബിൾ കറക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേക്കും ആദ്യം ഓവർബർഡൻ പ്രഷർ പിന്നെ വാട്ടർ ടേബിൾ കറക്ഷൻ എഴുതി കാണിച്ചേക്കുന്നത്. ഓക്കെ, correlation of n with engineering properties. The value of standard penetration number n depends on relative density of cohesionless soil and unconfined compressive strength of cohesive soil. The angle of shearing resistance phi of cohesionless soil depends upon the number n. In general, greater the n value, greater is the angle of shearing resistance. അതായത് phi വാല്യൂ n വാല്യൂവിന് പ്രൊപ്പോർഷൻ ആണ്. അതിൻ്റെ റിലേഷനുള്ള ടേബിളാണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് ബേസിക്കലി ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷനും കൂടുതലായിരിക്കുമല്ലോ എന്നുള്ള അസംഷനാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റഡീസിൻ്റെ ബേസിസിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഗ്രാഫ് വേണമെങ്കിൽ ഓർത്തെടുത്തു. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഗ്രാഫൊക്കെ വരയ്ക്കാൻ പോയാൽ നല്ല മാർക്ക് സ്കോറിംഗ് ആയിരിക്കും. ഈ വാല്യൂസ് ഒന്നും ഓർക്കണ്ട, ജസ്റ്റ് ഇത്രയും എഴുതി വെച്ചിരുന്നാൽ മതി. ഈ ഒരു അതായത് ഷിയറിംഗ് റെസിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്കും n വാല്യൂയും കൂടും. എന്നിട്ട് ഈ ഗ്രാഫ് വരയ്ക്കാൻ പോയാൽ അതിൻ്റെ മാർക്ക് ഫുള്ള് കിട്ടും ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും. ഇപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ഇത്രയും വരച്ച് വെച്ചാൽ മതി. The consistency and the unconfined shear strength of the cohesive soil can be approximately determined from standard penetration number n. As the correlation is not dependable, it is advised to determine the shear strength of soil by conducting shear test or vein shear test. അതായത് ഈ കോഹസിവ് സോയിലിൻ്റെ സി വാല്യൂ അല്ലെങ്കിൽ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അത് അത്ര ആക്യുറേറ്റ് അല്ല. അതിന് പകരം വേറെ വെയിൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, വെയിൻ ഷിയർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിയോടെക് 1-ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ക്യാൻ ഓൾസോ ബി ഡിറ്റർമൈൻഡ് ഫ്രം ദിസ് റിലേഷൻ 12.5 into n. ഓക്കെ, ഏതും ഇത്രയും അറിഞ്ഞാൽ മതി, വേറെ കൂടുതലൊന്നുമില്ല. പിന്നെ മെത്തേഡ്സ് ഓഫ് ബോറിങ്, അതായത് നമ്മൾ ഈ സോയിൽ സാമ്പിൾ എടുക്കാൻ വേണ്ടി ബോർ ചെയ്യുന്നതിൻ്റെ ഓരോരോ രീതികളാണ്. ഇതൊക്കെ തിയറിയാണ് ജസ്റ്റ് ഓടിച്ചിട്ട് പറയുന്നത്. വാഷ് ബെയറിംഗ് ഇസ് ഫാസ്റ്റ് ആൻഡ് സിമ്പിൾ മെത്തേഡ് ഫോർ അഡ്വാൻസിങ് ഹോൾസ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് സോയിൽ. Boulders and rock cannot be penetrated by method. This method consists in first driving a casing through which a hollow drill rod with sharp chisel or chopping bit at the lower end is injected into the water enforced under pressure through a drill rod which is alternately raised and dropped. അതായത് ഈ പറയുന്ന ആദ്യം ഒരു സിലിണ്ടർ മണ്ണിൻ്റെ അകത്തോടെ ഇറക്കി വിടും. അതിൻ്റെ അകത്ത് ഡ്രിൽ ബിറ്റ് പൊക്കിയും താക്കിയും ഇട്ടുകൊണ്ടിരിക്കും.
വിത്ത് വാട്ടർ, അതായത് വെള്ളം കൂടെ വെച്ചിട്ട്, അപ്പം ആ മണ്ണ് ലൂസാക്കാൻ വേണ്ടി. അന്നേരം അതിനെ റൊട്ടേറ്റും കൂടെ ചെയ്യുന്നുണ്ട് ആ ഡ്രിൽ ബിറ്റിന്, ആ സിലിണ്ടറിൻ്റെ അകത്തോട്ട്. ദി റിസൾട്ടിങ് ഡ്രോപ്പിംഗ് ആൻഡ് ജെറ്റിംഗ് ആക്ഷൻ, അതായത് ഈ വെള്ളം അടിക്കുന്നതും ഈ പറയുന്ന ഒരു മറ്റുന്ന ഷാർപ്പ് പോയിൻറ്റിങ് എൻഡായിട്ടുള്ള, ഇപ്പോൾ ഇതാ ഈ ഡ്രില്ലിങ് മെഷീനൊക്കെ ഇല്ലേ അതുപോലത്തെ എൻഡാണ് അതിൽ. ആ ജെറ്റിംഗ് ആക്ഷൻ ആൻഡ് ഡ്രോപ്പിംഗ് ഓഫ് ദ ബിറ്റ് and water disintegrating the soil, the cuttings are forced upon the ground surface in the form of soil water slurry. അതായത് പേസ്റ്റ് പോലെ ആ മണ്ണ് ആ മറ്റേ ഈ പറയുന്ന സിലിണ്ടറിനകത്തുള്ള മണ്ണ് മാറും. ഓക്കെ, ദ ചേഞ്ച് ഓഫ് സോയിൽ സ്ട്രാറ്റിഫിക്കേഷൻ കുഡ് ബി ഗസ് ഫ്രം ദ റേറ്റ് ഓഫ് പ്രോഗ്രസ് ആൻഡ് ദ കളർ ഓഫ് വാഷ് വാട്ടർ. അതായത് ഈ മണ്ണ് ഇതിനകത്തൊരു ഡ്രിൽ ബിറ്റ് ഇറങ്ങിപ്പോകുന്നത് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഏതാണ് സോയിലിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിൽ എന്തൊക്കെ ടൈപ്പ് സോയിലാണെന്നും ഈ പറയുന്ന വെള്ളത്തിൻ്റെ കളർ, അതായത് ഈ പറയുന്ന ഡ്രിൽ ബിറ്റിൻ്റെ അകത്തോട്ട് പുറത്തോട്ട് വരുന്ന വെള്ളത്തിൻ്റെ കളർ വെച്ചിട്ടും ടൈപ്പ് ഓഫ് സോയിലും ഡിഫറെൻറ്റ് ലെയേഴ്സ് ഇൻ സോയിലും കണ്ടുപിടിക്കാൻ പറ്റും. ദ സാമ്പിൾസ് റിക്വയർഡ് ഫ്രം ദ വാഷ് വാട്ടർ ആർ ഓൾമോസ്റ്റ് valueless for interpreting the correct geotechnical properties of the soil. Okay. Figure 1 shows the setup for boring. Figure 1 കൊടുത്തിട്ടുണ്ട്. Figure 1 അതായത് ഈ ബോർ ഹോൾ ഇങ്ങനെ അടിച്ചടിച്ച് ഇറക്കുന്നതിനെ പറ്റിയാണ് അവർ ഉദ്ദേശിച്ചത്. അടുത്തത് വാഷ് ബോറിംഗ്, പിന്നെ auger boring. Augers are used in cohesive and other soft coils above the water table. Hand augers are used for depths up to about 6 meters. Mechanically operated augers are used for greater depths, and they can also be used in gravelly soils. Samples required from the soil brought up by the augers are badly disturbed and are useful for identification purposes only. Auger boring is fairly satisfactory for highway exploration and shallow depths for exploring borrow pits. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് ബോറിംഗ് മെറ്റീരിയലാണ് അവർ സൈഡിൽ കൂടെ ഡ്രില്ല് ചെയ്ത് അകത്തോട് കയറി പോകുന്നതിനാണ് അവർ ഓഗർ ബോറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫിഗർ സൈറ്റിലുള്ളൊരു ഫിഗറാണ്. പിന്നെ കുറച്ചുകൂടി നല്ലതായിട്ട് മനസ്സിലാൻ വേണ്ടി ഇതുപോലെ ഡ്രില്ല് ചെയ്ത് ആ സോയിലിനെ അത് പുറത്തോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അതിനാണ് ഓഗർ ബോറിംഗ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്.